കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ദിലീപാണ്. നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് ബ്രദറിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ലഭിക്കണം, അതുപോലെ തന്നെ വൈഫിൻ്റെ ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകണം, മകൾ ദിയയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു ജോലി ലഭിക്കണം, അതുപോലെ തന്നെ വിവാഹം നടക്കണം, അമ്മയുടെ കാലിൽ മുറിവുണങ്ങണം, സഹോദരൻ്റെ മദ്യപാനശീലം മാറണം, കടഭാരം മാറണം. ഒരു നിമിഷം നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദിലീപ്രനെയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നപ്പാ, കർത്താവിൻ്റെ സ്നേഹത്താൽ കർത്താവെ അവിടുന്ന് ഈ കുടുംബത്തെ നിറച്ചിരിക്കാൻ നന്ദി പറയുന്നപ്പാ. ഇവരായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവിടുന്ന് കരുതി സൂക്ഷിച്ചതിനായി നന്ദി പറയുന്നപ്പാ. കർത്താവെ, അതിന് അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി ഉണ്ടാവട്ടെ അപ്പാ. കർത്താവെ, ശ്രേഷ്ഠമായ വിധത്തിൽ കർത്താവെ അവിടുത്തെ നന്മ ഈ കുടുംബത്തിൽ വെളിപ്പെടട്ടെ അപ്പാ. വൈഫിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ആരോഗ്യത്തോടെ അവിടുന്ന് സൂക്ഷിക്കാൻ നന്ദി പറയുന്നു. ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാവട്ടെ അപ്പാ. മകളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, മകൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കർത്താവെ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു ജോലി ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അനുഗ്രഹിക്കപ്പെട്ടൊരു വിവാഹം നടക്കട്ടെ കർത്താവെ. അമ്മ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. നാളുകളായിട്ട് ആയിരിക്കുന്ന ആ മുറിവ് സൗഖ്യമാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ മുറിവ് ഉണങ്ങട്ടെ അപ്പാ. കർത്താവെ, അമ്മ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, സഹോദരനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, മദ്യപാനശീലത്തിൽ നിന്നും പുറത്തു വരട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടട്ടെ അപ്പാ. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാവട്ടെ അപ്പാ. കർത്താവെ, അവിടുത്തെ നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ. താങ്ക് യു ജീസസ്. യേശുവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോളം നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ ദിവസം നാം കേട്ടതിൻ്റെ തുടർച്ചയായ ഭാഗമാണ് ഇന്ന് നാം കേൾക്കാനായി പോകുന്നത്. ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാനിടയാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. എനിക്ക് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഈ മൂന്ന് പേരും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? അവരൊന്ന് കരവേർത്തി കാണിച്ച്. ഈ മൂന്ന് പേരുടെ പേരാണ് കർത്താവ് എവിടെ ചെന്നാലും പറയുന്നത്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ഈ മൂന്ന് പേരെ തപ്പിയപ്പോഴും ഇവരുടെ എല്ലാം കയ്യിൽ ആവശ്യത്തിനുള്ള മരുന്നുണ്ട്. അബ്രഹാം എന്ത് ചെയ്തു? ഭാര്യയെ പെങ്ങളാന്ന് പറഞ്ഞു. അതേ പകർച്ച മോനും കിട്ടി. മോനും പറഞ്ഞു എൻ്റെ ഭാര്യ പെങ്ങളാന്ന്. നിങ്ങൾ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഇനി ഇസഹാക്ക് അല്ലെ യാക്കോബിനെ നോക്കാം. ഭയങ്കര രസമാണ്. കേൾക്കണോ നിങ്ങൾക്കത്? അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചേക്കാം. ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28:13 വാക്യം. അതിന് മീതെ യഹോവ നിന്നുകൊണ്ട് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് മടക്കി വരുത്തും. ഇതാരോട് പറഞ്ഞതെന്നറിയാവോ? യാക്കോബിനോട്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ ആരോട് പറഞ്ഞതാ? എപ്പ പറഞ്ഞതെന്നറിയാവോ? ഇത് എപ്പോഴാ പറഞ്ഞതെന്നറിയോ? അവിടെ അതിൻ്റെ കഥ മുഴുവൻ കിടക്കുന്നേ. എപ്പോഴാ പറഞ്ഞെന്നറിയോ? സ്വന്തം ജ്യേഷ്ഠനെ പറ്റിച്ച് അപ്പനെയും പറ്റിച്ചിട്ട് ഓടിപ്പോകുമ്പോൾ കർത്താവ് ഓടി ചെന്നിട്ട് പറയുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. എനിക്കിത് പിടികിട്ടുന്നേ ഇല്ല. ആരെ പറ്റിച്ചോണ്ട് പോയി? അപ്പനെയും പറ്റിച്ചു, ജ്യേഷ്ഠനെയും പറ്റിച്ചു. അപ്പനെ പറ്റിച്ചത് എങ്ങനെയാ?
ജ്യേഷ്ഠൻ്റെ വേഷം ഇട്ടുകൊണ്ട് അപ്പൻ്റെ അടുത്ത് ചെന്നു. അപ്പൻ ചോദിച്ചു, എടാ നിന്റെ സംസാരം കേട്ടിട്ട് അനിയൻ്റെ പോലെ ഉണ്ടല്ലോ. അവൻ പറഞ്ഞു, ഞാൻ അനിയനല്ല, ഞാൻ ജ്യേഷ്ഠൻ തന്നെ. എടാ ഞാനൊന്ന് തപ്പി നോക്കട്ടെ. ഇവൻ ആട്ടും തോലിട്ട ചെന്നായിരുന്നു. തപ്പി നോക്കിയപ്പോൾ ആട്ടും തോലിൻ്റെ തോരാമം. അവൻ പറഞ്ഞു, നിന്നെ മണത്ത് നോക്കട്ടെ. മണത്ത് നോക്കിയപ്പോഴും ജ്യേഷ്ഠൻ്റെ മണം. അവനെ അനുഗ്രഹിച്ചു. അച്ഛനെ പറ്റിച്ചു. ജ്യേഷ്ഠനെ 2 പ്രാവശ്യം പറ്റിച്ചു. അവൻ്റെ അനുഗ്രഹവും തകർന്നെടുത്തു, ജ്യേഷ്ഠാവകാശവും തകർന്നെടുത്തു. ഇവനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ജ്യേഷ്ഠൻ വരുന്നെന്ന് കേട്ട ഉടനെ ഇവൻ ഓടി ലൂസ് എന്ന സ്ഥലത്ത് എന്നിട്ട് കിടന്നുറങ്ങി. ഇറങ്ങിയപ്പോൾ ഉറങ്ങിയ സമയത്ത് കർത്താവ് വെളിപ്പെട്ടിട്ട് പറയുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കൂടാന്ന്. പറ്റിച്ചുകൊണ്ട് വരുന്നവന്മാരെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന്. എനിക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദഹിക്കുന്നുണ്ടോ? ഞാനാണെങ്കിൽ പറഞ്ഞേനെ, ആ താഴത്തെ വാചകം തിരുത്തി എഴുതിയേനെ, ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, പോകുന്നിടത്തെല്ലാം നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് മടക്കി വരുത്തും. ഞാനാണെങ്കിൽ പറഞ്ഞു, ഞാനിതാ നിന്റെ കൂടെ ഉണ്ട്, പോകുന്നിടത്തെല്ലാം നല്ല ചാന്തിക്ക് 2 പൊട്ടിച്ച് നീ നന്നാകുന്നു വരെ. നിങ്ങളൊന്നും മിണ്ടാത്തേ? നിങ്ങളാണെങ്കിൽ എങ്ങനെ പറഞ്ഞേനെ? മാനസാന്തരപ്പെടണ്ടേ ഇവൻ? വേണ്ടേ? കർത്താവേ, പറ്റിച്ചോണ്ട് പോകുന്നതിൻ്റെ തലയിൽ നിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഉയർത്തും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മോശമാകത്തില്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം അവനോട് പറയാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ മാനിക്കും, ഇവിടേക്ക് കൊണ്ടുവരും. നീ നിമിത്തം, നിന്റെ സന്തതി നിമിത്തവും ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ആരാ? പറ്റിച്ചോണ്ട് പോകുന്നതിനോട്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, വൈ ലൈക്ക് ദിസ്? എന്താ ഇതിന്റെ കാരണം? സ്വർഗ്ഗം ആദ്യം പറഞ്ഞ മറുപടി പറയട്ടെ. 33-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാൽ കാണാം, യാബോക്ക് എന്ന കടവിൽ വെച്ച് യാക്കോബിനെ ദൈവം പിടിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യാക്കോബിനോട് പിടിച്ചിട്ട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ പേരെന്താ? യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യാക്കോബിനോട് ദൈവം അടുത്ത വാചകം പറഞ്ഞു, ഇന്നു മുതൽ നീ യാക്കോബല്ല, നിന്റെ പേര് ഞാൻ മാറ്റുക, നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേ, ദൈവം വിളിച്ചിട്ടുള്ള ഒരാളെ, അവൻ്റെ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ, അവൻ്റെ സമയത്ത് അവൻ പൂർണ്ണമായും അവനായി ഉയർത്തിരിക്കും. സംശയമില്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. രണ്ടാമത്തെ കാര്യം, ദൈവം നീ ചെയ്യുന്ന തെറ്റുകൾ കണ്ടിട്ട് അവൻ്റെ വിളിയെ മാറ്റുകയില്ല. ദൈവം നിന്റെ കയ്യിലുള്ള കുറവുകളെ കണ്ടിട്ട് ദൈവത്തിന് നിന്റെ മേലുള്ള പ്ലാൻ മാറ്റത്തില്ല. ജസ്റ്റിനെ ദൈവം വിളിച്ചു. ജസ്റ്റിനെ വിളിച്ചിട്ടും കുറച്ച് നാൾ നോക്കി, ഇവൻ നന്നാവുന്നില്ല. അതുകൊണ്ട് ദൈവം വേറൊരു പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നന്നാവുന്നില്ല, വേറൊരു പ്ലാൻ ചെയ്തു. അങ്ങനെയല്ല. ദൈവം അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഉദ്ദേശപ്രകാരം അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവനെ പൂർണ്ണമായും ഉദ്ദേശത്തിൽ എത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്താ നിങ്ങൾ കൈയടിക്കാത്തെ? ഹല്ലേലൂയ പറയാത്തെ? ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവിക ഉദ്ദേശപ്രകാരം നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനത് കഴിയും. മൂന്നാമത്തെ കാര്യം, ദൈവിക ഉദ്ദേശപ്രകാരം ദൈവത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നോക്ക്, നിന്റെ കുറവുകൾ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് ദൈവത്തെ പിന്തിരിപ്പിക്കുകയില്ല. ഇതൊരു വലിയ വാചകമാട്ടോ. ഇത് വിശദീകരിക്കണമെങ്കിൽ 1 മണിക്കൂർ വേണം. ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് നിന്റെ കുറവുകൾ ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് ദൈവത്തെ പിന്തിരിപ്പിക്കത്തില്ല. ജോൺ ദാരുവിന് കുറവുണ്ടായിരുന്നു, പക്ഷെ ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് ദൈവം പിന്തിരിയത്തില്ല. എൻ്റെ കുറവുകളുണ്ടെങ്കിലും എൻ്റെ കുറവുകളോട് കൂടെ അവൻ എന്നെ സ്വീകരിച്ചിട്ട് കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ അവൻ എന്നെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങും. അതാ ദൈവം. ആ കുറവുകളോടുകൂടെ നിന്നെ സ്വീകരിച്ചിട്ട് അവനറിയാം എങ്ങനെയാ നിന്നെ പണിഞ്ഞെടുക്കേണ്ടതെന്ന്. ഒരു കുശവനെ കളിമൺമേൽ അധികാരമുള്ളതുപോലെ അവൻ ഇഷ്ടമുള്ളതിനെ പോലത്തെ അവൻ മെനഞ്ഞെടുക്കും. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, കുട്ടികൾ ജനിക്കും മുമ്പേ, ഗുണമോ ദോഷമോ ചെയ്യുന്നു മുമ്പേ വിളിച്ചവന്റെ നിർണയപ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് വന്നു എന്ന് പറഞ്ഞാൽ, റിബേക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ 2 കൊച്ചുങ്ങൾ, ഏശാവും യാക്കോബും വയറ്റിൽ കിടന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഗർഭിണിയാണ്, 2 കുഞ്ഞുങ്ങളും വയറ്റിൽ കിടക്കുക. പക്ഷെ അതിൻ്റെ ഇടയിൽ ദൈവം പറഞ്ഞു, അതിനകത്ത് കിടക്കുന്ന യാക്കോബ് ഉണ്ടല്ലോ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബിൽ കുറവുകളുണ്ട്. പക്ഷേ ഞാൻ തെരഞ്ഞെടുത്തത് നിമിത്തം ആ കുറവുകളിൽ നിന്ന് ഞാൻ അവനെ രക്ഷിക്കും. ആമേൻ. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. സഹോദര,
നിന്റെ മാനസാന്തരം 6 മാസത്തെ മാനസാന്തരമാണെന്ന് സ്വർഗത്തിന് അറിഞ്ഞുകൊണ്ട് തന്നെയാ നിന്നെ തെരഞ്ഞെടുത്തത്. അവൻ അറിയാം 6 മാസം എന്നുള്ളത് 1 വർഷമല്ല, ലൈഫ് ലോങ് നിന്റെ ജീവിതത്തിൽ നിലനിർത്താൻ എങ്ങനെ നിന്നോട് ഇടപെടണമെന്ന് സ്വർഗത്തിന് അറിയാം. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, യാക്കോബ് നീ തെരഞ്ഞെടുത്തിട്ടും എന്താ തെറ്റ് ചെയ്തത്? ആ വാചകത്തിനോട് ഉത്തരം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ നോക്കാം. യാക്കോബ് ദൈവം തെരഞ്ഞെടുത്തവനാ, എന്നിട്ട് എന്ത് ചെയ്തു? തെറ്റ് ചെയ്തു. യാക്കോബ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, എന്നിട്ട് എന്ത് ചെയ്യുക? അവന്റെ കയ്യിൽ തെറ്റുകളുണ്ട്. എന്തുകൊണ്ട് തെറ്റ് ചെയ്തു? അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് ചോദിച്ചേ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട നീ എങ്ങനെയാ തെറ്റ് ചെയ്യുന്നത്? ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഹല്ലേലൂയ പറയാവോ? നോക്ക്, യാക്കോബിനോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ പേരെന്താ? അവൻ പേര് പറഞ്ഞ എന്താ? എൻ്റെ പേര് യാക്കോബ് എന്നാണ്, ഉബായി. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞ വാചകമായത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവൻ്റെ വീട്ടുകാരവനെ വിളിച്ച എന്നാ, എടാ ഉബായെ ഇങ്ങോട്ട് വാടാ, എടാ ഉബായെ ഇങ്ങോട്ട് വാടാ. സ്കൂളിൽ ചെല്ലുമ്പോ എടാ പറ്റിക്കുന്നവരെ ഇങ്ങോട്ട് വാടാ. അവനെ വിളിച്ചത് ആളുകൾ പറ്റിക്കുന്നവനെന്നും ഉബായി എന്നുമായിരുന്നു. അവൻ്റെ മനസ്സ് ഉബായി ആണ് ഞാനെന്ന വിധത്തിലാണ് വളരുവാനിടയായത്. സ്വർഗത്തിനറിയാം, അങ്ങനെ വളർന്ന ഒരാൾക്ക് ഉപായത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. അവനെ തല്ലിയത് കൊണ്ട് അവൻ മാറത്തില്ല. അവൻ വളർന്നത് അങ്ങനെ. Are you listening to me? It's a wonderful understanding. എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന്, അവൻ വളർന്നത് അങ്ങനെ. അതുകൊണ്ട് യെശയ്യാവ് പറഞ്ഞേ, ഇനി ഞാൻ നിന്നെ അടിച്ചിട്ട് എന്തടാ കാര്യം? അടിച്ചാൽ നീ പിന്മാറത്തേ ഉള്ളൂ. കാരണം നിന്റെ ആകവും പുറവും മുറിവും പഴുത്തും ഇരിക്കുക. നിന്റെ ജീവിതം മുഴുവൻ പഴുത്തും മുഴുവ. ആ മുറിവിനകത്ത് നിന്നെ അടിച്ചാൽ നീ പിന്മാറത്തേ ഉള്ളൂ. പക്ഷേ ഞാൻ നിന്നെ അടിക്കാനല്ല പോകുന്നത്, ആ മുറിവിനെ കെട്ടിവെച്ച് ഉണക്കാനാ പോകുന്നത്. സഹോദരങ്ങളെ, യാക്കോബിന്റെ പുറകെ ദൈവം ചെന്നിട്ട് 2 അടി കൊടുത്തിരുന്നുവെങ്കിൽ യാക്കോബ് ദൈവത്തെ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയേനെ. കാരണം അവൻ അങ്ങനെയാ വളർന്നത്. പക്ഷെ അവന്റെ അടുക്കൽ ചെന്ന് ദൈവം ചെയ്തത്, അവനെ അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിന്റെ സ്നേഹം അവൻ അനുഭവിച്ചു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യാക്കോബിനോട് ദൈവം പറയാ, യാക്കോബേ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് യാക്കോബ് ആകാനല്ലടാ. ഇതാ ഞാൻ നിനക്കൊരു പുതിയ പേര് തരികയാ. നിന്റെ പേര് ഇന്നു മുതൽ ഇസ്രായേൽ എന്നാണ്. ലോകം നിനക്ക് പേരിട്ടതും ലോകം നിന്റെ ജീവിതത്തിൽ ആക്കി വെച്ചതും ലോകം നിന്നെ മുറിവേൽപ്പിച്ചതും ലോകം നിന്നെ വേദനിപ്പിച്ചതും എല്ലാം 1 സെക്കൻഡ് കൊണ്ട് ദൈവം മാറ്റിയിട്ട് പറയുക, ഇല്ല, ഞാൻ ഇതാ നിനക്കൊരു പുതിയ വ്യക്തിത്വം തരികയാണ്, ഒരു പുതിയ ജീവിതം തരികയാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇതിനകത്തിരിപ്പുണ്ടാകാം. അവർക്ക് വികാരമടക്കാൻ വയ്യ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ വയ്യ. കാരണം എന്നാണെന്നറിയോ? 6ഉം 7ഉം 8ഉം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാപത്തിനെ ചിലർ വിധേയപ്പെടുത്തി. തൻ്റെ ആഗ്രഹത്തിലല്ല, മറ്റൊരാൾ വിധേയപ്പെടുത്തി. ആ പാപം ഇൻജക്റ്റഡായി. അതുകൊണ്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. യേശു നിന്നെ കണ്ട് തല്ലാനല്ല വന്നത്, ആ മുറിവിൽ നിന്ന് രക്ഷിച്ചിട്ട് വീഴാതെ നിന്നെ നിർത്താനാ വന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം നിന്നെ തല്ലിയല്ല നേരെയാക്കുന്നത്, സ്നേഹിച്ചാണ് നേരെയാക്കുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ, ഞാനിവിടെ പറഞ്ഞിട്ടൊന്നും അറിയത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് കുന്നംകുളം എന്നൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. 10:30 രാത്രി സമയം. ഞാൻ ആ രാത്രി സമയം ബസ്സിലോട്ട് കയറുന്ന സമയത്ത് നല്ല തിരക്കുണ്ട്. എൻ്റെ ഉള്ളിലൊരു സ്വപ്നം കാണുന്ന പോലെ ആരോ എൻ്റെ പോക്കറ്റിൽ കൈയിടുന്നത് കണ്ടു. വെളിപ്പാടായിരുന്നു, ദർശനം പോലെ എനിക്കുണ്ടായി. ഞാൻ പെട്ടെന്ന് കൈ പിടിച്ച് അവനെ മുമ്പിൽ കൊണ്ടുവന്നു. പോക്കറ്റിരിക്കാരനെ കിട്ടിയാൽ നമ്മൾ എന്നാ ചെയ്യും? ഉമ്മ വെച്ച് പറഞ്ഞയക്കുമോ? ഇല്ല. അന്ന് കുറച്ചും കൂടെ ചെറുപ്പമാ, 24 വയസ്സേ ഉള്ളൂ. 4 കൊടുത്തു. കൊടുക്കാവുന്നതിനെ മാക്സിമത്തിൽ കൊടുത്തു. നല്ല ചൂടടി കൊടുത്തു. നിങ്ങളാരെങ്കിലും കൂടെ ഉണ്ടോ? അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പേഴ്സ് ഞാൻ വാങ്ങി, എൻ്റെ വാലറ്റ് വാങ്ങി. ആ വാലറ്റ് വാങ്ങുന്നതിൻ്റെ ഇടയിൽ അവൻ ഓടിപ്പോയി. ആളുകൾ പോലീസ് എന്നൊക്കെ വിളിക്കണൊക്കെ മുമ്പ് പോയി കയറിയപ്പോൾ ആളുകൾ പറയാൻ പറഞ്ഞു, കൈ വന്നിട്ട് അടിപൊളി അടിയായിരുന്നു കേട്ടോ. ഇവനൊക്കെ ഇപ്പം ഇങ്ങനെ കൊടുത്താലേക്കുള്ള പോലീസുകാരൊക്കെ ഒരു ഒത്താശയാ. ഞാനൊരു മോഹൻലാലൊക്കെ ഇരിക്കണ പോലെ കോളറൊക്കെ ഇട്ടിട്ട് പുറകോട്ട് ഒരു ഗ്യാമയിൽ ഇരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
നിങ്ങൾക്ക് ഞാൻ തല്ലിയിൽ സന്തോഷമുണ്ടല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കണ്ടക്ടറും വന്ന് കൈ തന്നു കേട്ടോ. കൊള്ളായിരുന്നു, നല്ല തല്ലായിരുന്നു എന്നാ പറഞ്ഞേ. കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിനോട് ചോദിച്ചോടാ, നീ അവനെ തല്ലിയത് ശരിയായോ? ഞാൻ പറഞ്ഞു, പോലീസ് കളി പോക്കറ്റടിക്കാരനെ കിട്ടിയ തല്ലിയല്ലാതെ കർത്താവ് വേറെ എന്നാ ചെയ്യണ്ടേ? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങളാരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? കുറച്ചു നേരം കൂടെ കഴിഞ്ഞു അന്യഭാഷയെ പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നു, എന്തിനാടാ നീ അവനെ തല്ലിയത്? നിനക്ക് ഞാനല്ലേ കാണിച്ചു തന്നേ? എനിക്ക് മനസ്സിലായി, സത്യം കർത്താവ് കാണിച്ചു തന്നേ. ആ തിരക്കിൻ്റെ ഇടയിൽ മനസ്സിലാവത്തില്ലായിരുന്നു. മൂന്നാമത്തെ ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ പിന്നെ ഞാൻ എന്നാ ചെയ്യണമായിരുന്നു? നിങ്ങളൊന്ന് പറഞ്ഞ എന്നാ ചെയ്യണമായിരുന്നു? എനിക്ക് ഉത്തരം കിട്ടിയില്ല. പക്ഷെ സ്വർഗം എന്നോടൊരു വാചകം പറഞ്ഞു, അവൻ്റെ കയ്യിൽ നിന്ന് ആ വാലറ്റ്, നിന്റെ പേഴ്സ് വാങ്ങിയിട്ട്, യേശു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുകയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നുവെങ്കിൽ അവൻ്റെ ലൈഫിലൊരു ചോദ്യം വന്നേനെ, എന്നെയും യേശു സ്നേഹിക്കുന്നു എന്നൊരു ചോദ്യം വന്നേനെ. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഞാനതിൽ തോറ്റുപോയി. എൻ്റെ വികാരം എന്നെ തോൽപ്പിച്ചു. എനിക്ക് അടി കൊടുക്കാനാ തുടങ്ങിയത്, ഹീറോ ആക്കാനാ തോന്നിയത്. പക്ഷെ സ്വർഗത്തിന് അതിൻ്റെ നടുവിലും ആ പോക്കറ്റടിക്കാരനെ രക്ഷിക്കാനുള്ള സ്നേഹത്തെ എനിക്ക് മനസ്സിലായി. ആർ യു ലിസണിങ് ടു മീ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഒരിക്കലും നന്നാകത്തില്ലെന്ന് ആളുകളെ പോലും ദൈവിക ഉദ്ദേശപ്രകാരം നമ്മുടെ അടുക്ക കൊണ്ടുവരുന്നത്. പോക്കറ്റടിക്കാരനായ അയാളെക്കുറിച്ച് പോലും ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നതെങ്കിൽ എത്രയധികം ദൈവിക ഉദ്ദേശം നിൻ്റെ ഭാര്യയെക്കുറിച്ചുണ്ടാകും, നിൻ്റെ ഭർത്താവിനെക്കുറിച്ചുണ്ടാകും, നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുണ്ടാകും, നിൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചുണ്ടാകും. അത് ദോഷത്തിനുള്ളതല്ല, അത് നന്മയ്ക്കായിട്ടുള്ളതാണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഒരു ആമീൻ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, എല്ലാം കൂടെ ദൈവം തരുവോ? പറഞ്ഞേ, എല്ലാം കൂടെ ദൈവം തരുവോ? ഞാൻ 3-4 കാര്യങ്ങൾ പറഞ്ഞു. അനുഗ്രഹത്തിൻ്റെ കൂടെ വേദന തരികയില്ല. അനുഗ്രഹത്തെ സകലത്തെയും അനുഗ്രഹിക്കാൻ ദൈവത്തിന് പറ്റും. കഴിഞ്ഞില്ല, ഏത് സാഹചര്യമായിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ലോ എസ്റ്റീമിൽ ചിന്തിക്കരുത്. ആ സാഹചര്യത്തിനേക്കാൾ വലുത് ദൈവം നിന്നെ അനുഗ്രഹിക്കും. കഴിഞ്ഞില്ല, നിന്റെ പെർഫെക്ഷൻ കൊണ്ടോ പെർഫെക്റ്റ്നെസ് കൊണ്ടോ അല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. അടുത്ത വാചകം ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചോ. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് അതാകൊണ്ടാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത്. ആമേൻ. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മെ സകലത്തിലും അനുഗ്രഹിക്കുന്ന ദൈവം. ബ്രദർ ജോൺ താരു നൽകിയ ദൈവിക സന്ദേശത്തിന്റെ DVD ലഭ്യമാകുവാൻ വിളിക്കുക 8589002074. ദൈവത്തിൻ്റെ വിളി നമ്മുടെ മേൽ ഉണ്ട് എങ്കിൽ നാം എത്ര കുറവുള്ളവരാണ് എങ്കിൽ പോലും കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ അവൻ നമ്മെ പണിത് അവൻ്റെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാകും. കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം അത് നമ്മുടെ നാശത്തിനല്ല, അത് നമ്മുടെ ഉയർച്ചയ്ക്കായിട്ടത്രേ, അത് നന്മയ്ക്കായിട്ടത്രേ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കിനി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സീരിയൽ നമ്പർ 7. ഈ ആന്റിയുടെ പേര് സുനിത എന്നാണ്. ഈ ആന്റി വരുന്നത് കാരക്കുണം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഈ ആന്റിക്ക് വെള്ളറുടെ മീറ്റിങ്ങിന് വന്നപ്പോൾ ഉണ്ടായ സാക്ഷിയാണ് പറയാനുള്ളത്. ഈ ആന്റിയുടെ സിസ്റ്ററിന്റെ മകൾക്ക് മാത്സ് പരീക്ഷയ്ക്ക് +2 ഭയങ്കര ടഫായിരുന്നു മാത്സിന്. ഈ ആന്റി വിശ്വാസത്തോട് വെള്ളറുടെ മീറ്റിങ്ങിന് വന്ന് ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, നല്ല മാർക്ക് ലഭിക്കുകയും ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുകയും. എന്താണ് ആന്റിയുടെ പേരെന്താ? എവിടെ നിന്നാ വരുന്നത്? മോളുടെ പേരോ? ആനി. മോൾക്ക് അവന്റെ പഠിത്തത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കണക്കിന് പാടായിരുന്നു. എന്നാൽ നമ്മുടെ മീറ്റിംഗിൽ വന്ന് പ്രാർത്ഥിച്ചു, നല്ല മാർക്കോടെ പാസ്സായി. ഇന്ന് കരങ്ങൾ അടിച്ചെന്റെ കർത്താവിനെ സ്തുതിച്ചു. ഈ ആന്റിയുടെ മോൾക്ക് കർത്താവ് നല്ല വിജയം കൊടുത്തു എന്നാണ് നമ്മുടെ മുമ്പിൽ സാക്ഷീകരിക്കുന്നത്. താങ്ക് യു. നെയ്യാറ്റിൻകര പബ്ലിക് മീറ്റിംഗ് സീരിയൽ നമ്പർ 9. ഈ അമ്മയുടെ പേര് വിലാസിനി എന്നാണ്. ഉച്ചക്കട എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 2 വർഷം കൊണ്ട് ബുദ്ധിമുട്ടായിരുന്ന കൈവേദന മാറിയ സാക്ഷ്യത്തെയാണ് അമ്മ ഇവിടെ പറയാൻ പോകുന്നത്. 2 വർഷം കൊണ്ട് അമ്മയ്ക്ക് കൈ പൊക്കാൻ പാടില്ലായിരുന്നു, കൈ കൊണ്ട് യാതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു, കാരക്കോണം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് അമ്മയോട് പറഞ്ഞത്. എന്നാൽ അമ്മ വിശ്വാസത്തോടെ
സന്തോഷത്തോടു കൂടി സൂര്യ പ്രോഗ്രാം കാണുകയും അതേസമയം ബ്രദർ പ്രാർത്ഥിച്ച സമയത്ത് അമ്മ പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ആ നിമിഷം തന്നെ അമ്മയുടെ ആ കൈവേദന മാറി. അമ്മച്ചി എത്ര വർഷമായിട്ട് അതുണ്ടായിരുന്നു? വീണതാണ്. വീണത് മുഖാന്തരമാണ് ഉണ്ടായത്. എന്താ അമ്മച്ചിയുടെ പേര്? എവിടെ നിന്ന് അമ്മച്ചി വരുന്നത്? കുളത്തൂരിൽ നിന്നാണ് വരുന്നത്. വീണത് മുഖാന്തരം അമ്മച്ചിയുടെ ഏത് കയ്യിലാണ് പ്രശ്നം ഉണ്ടായിരുന്നത്? ഈ വലത്തെ കയ്യിലാണോ? ഈ വലത്തെ കൈ കൊണ്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നോ? ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് മാറ്റം ഉണ്ടായോ? ഉണ്ടായില്ല. അങ്ങനെയാണ് നമ്മുടെ TV പ്രോഗ്രാം കാണുന്നത്. 5:30 കാണും. 5:30 രാവിലത്തെ 5:30 TV പ്രോഗ്രാം കാണും. TV പ്രോഗ്രാം കണ്ട സമയത്ത് അമ്മച്ചിക്ക് എന്തെങ്കിലും അനുഭവപ്പെട്ടോ ശരീരത്തിലോ വല്ലോ? നിരാശയോടെ കൈവച്ച് പിന്നെ നോക്കിയപ്പോൾ കൈ പൊങ്ങി. പിന്നെ പൊക്കി. ഇപ്പൊ നല്ല വൃത്തി പൊക്കാം. ഒന്ന് കൈ പൊക്കി കാണിച്ച്, ഒന്ന് കരങ്ങളടിച്ചെന്റെ കർത്താവിനെ സ്തുതിച്ച്. ഇത് എത്ര നാളായിട്ട് പൊക്കാൻ കഴിയത്തില്ലായിരുന്നു? 2 കൊല്ലം. 2 വർഷമായിട്ട് കൈ പൊക്കാൻ പറ്റത്തില്ല. മുട്ടിനും പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യമായി. പ്രശ്നമായി, കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഒന്ന് കരങ്ങളടിച്ചെന്റെ കർത്താവിനെ സ്തുതിച്ച്. അമ്മയ്ക്ക് മറ്റൊരു സാക്ഷ്യം കൂടിയുണ്ട്. അമ്മ ഒരിക്കൽ തെന്നി വീണതിനെ തുടർന്ന് ഒരു 1.5 ഇഞ്ച് നീളമുള്ള വിറക് കഷ്ണം കാലിൽ കൊണ്ടായിരുന്നു. അന്നേരം അമ്മ ഹോസ്പിറ്റലിൽ പോയി. അന്നേരം അവർക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ മുറിവ് ഡ്രസ്സ് ചെയ്ത് ഹോസ്പിറ്റലിന് വിട്ടായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ആ വേദനയെ തുടർന്ന് പിന്നെയും ഹോസ്പിറ്റലിൽ പോയിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും നാളെ വന്ന് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അമ്മയെ തിരികെ അയച്ചിരുന്നു. അമ്മ വീട്ടിൽ വന്ന് സൂര്യ TV പ്രോഗ്രാം കണ്ട് 5:30 ഉള്ള പ്രോഗ്രാം കണ്ട് അമ്മ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ഡോക്ടർ കൈവച്ചപ്പോൾ തന്നെ ആ വിറകിൻ കഷ്ണം ആ മുറിവിൽ നിന്ന് വന്നിരുന്നു. ഒന്ന് കരങ്ങളെ അടിച്ചെന്റെ കർത്താവിനെ സ്തുതിച്ച്. വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ അമ്മച്ചിയുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. ഒരിക്കൽ കൂടി കരങ്ങളെ അടിച്ചൊരു ഹല്ലേലൂയ പറ. താങ്ക് യു അമ്മച്ചി. ബ്രദറെ, ഈ അമ്മയുടെ പേര് പത്മിനി എന്നാണ്. അമ്മ ഉച്ചക്കിടന്ന സ്ഥലത്ത് നിന്നാണ് കടന്നു വരുന്നത്. അമ്മയ്ക്ക് 30 വർഷമായി ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. വർഷമായി ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അന്ന് അമ്മ പ്രേസറെ വിളിച്ച് പ്രാർത്ഥിച്ചു, സൗഖ്യമായി. എന്നാൽ അമ്മയുടെ കൊച്ചുമകൻ മരിച്ചപ്പോൾ അമ്മ നെഞ്ചത്തടിച്ച് കരഞ്ഞു. അങ്ങനെ പിന്നെയും ഹാർട്ടിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. അമ്മ പിന്നെയും പ്രേസറെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്നാണ് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. കരങ്ങൾ അടിച്ചെന്റെ കർത്താവിനെ സ്തുതിക്കാം. അമ്മച്ചി എവിടെന്നാ വരുന്നത്? എന്താ അമ്മച്ചിയുടെ പേര്? അമ്മച്ചി 30 വർഷത്തിന് മുമ്പ് അമ്മച്ചി ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അമ്മച്ചിയുടെ കൊച്ചുമോൻ മരിച്ചു പോയതിന്റെ മുഖാന്തരം വന്ന് കണ്ടപ്പോൾ എനിക്ക് അന്തം വിട്ടു. വിഷമം ഉണ്ടായത് കാരണം വീണ്ടും അമ്മച്ചി നെഞ്ചത്തടിച്ച് കരയൊക്കെ ചെയ്തു. അങ്ങനെ വീണ്ടും അമ്മച്ചി ഹാർട്ടിന് പ്രശ്നം ഉണ്ടായി. ഞാൻ ഇപ്പം ആശുപത്രിയിലൊക്കെ കിടന്നു, മാറ്റമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? സെന്ററിലൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു, നമ്മുടെ പ്രയർ സെല്ലിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ വേദന വല്ലതും ഉണ്ടോ? വേദന ഇല്ല. അല്ലെങ്കിൽ എനിക്ക് നെഞ്ചൊക്കെ ഇത്ര കനമുണ്ടായിരുന്നു. നെഞ്ച് നല്ല ഭാരം പോലെ തോന്നിക്കുമായിരുന്നു. ഇപ്പോഴതൊന്നും ഇല്ലയോ? ഒരു ദോശ പോലും തിന്നാൻ നോക്കില്ലായിരുന്നു. ഇപ്പോൾ നല്ലപോലെ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ? കഴിക്കാൻ നോക്കുന്നു. കരങ്ങളെ അടിച്ചെന്റെ കർത്താവിനെ സ്തുതിച്ച്. 30 വർഷത്തിന് മുമ്പ് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ പോയി. എന്നാൽ അതിലൊരു വലിയ മാറ്റം ഉണ്ടായി. എന്നാൽ വീണ്ടും അമ്മച്ചിയുടെ കൊച്ചുമോൻ മരിച്ചു പോയത് മുഖാന്തരം വീണ്ടും അമ്മച്ചിയുടെ അകത്ത് ആ ഭാരവും വേദനയും മുഖാന്തരം അമ്മച്ചി നെഞ്ചിലൊക്കെ അടിച്ചു കരയൊക്കെ ചെയ്തു. അങ്ങനെ വീണ്ടും അമ്മച്ചിക്ക് പ്രശ്നമുണ്ടായി. എന്നാൽ നമ്മുടെ പ്രയർ സെല്ലിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം ചെയ്തു എന്നാണ് അമ്മച്ചി സാക്ഷീകരിക്കുന്നത്. താങ്ക് യു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവിടുത്തെ കൃപയിലും കർത്താവെ അവിടുത്തെ ഉദ്ദേശപ്രകാരവുമാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. അവിടുത്തെ കൃപയ്ക്കൊത്തവണ്ണം ഞങ്ങളായിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, വികാരങ്ങൾക്ക് അടിമപ്പെട്ട് കർത്താവെ പെട്ടെന്ന് ഉണ്ടാകുന്ന ദേഷ്യത്താൽ പ്രവർത്തിക്കുന്ന കർത്താവെ ബ്രദറിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ആ ബ്രദറിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാവട്ടെ. കർത്താവെ, ദൈവിക സ്വഭാവം കൊണ്ട് ബ്രദർ നിറയപ്പെടുമാറാവട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കുടുംബജീവിതം താറുമാറായിരിക്കുന്ന നിലയിൽ ആയിരിക്കുന്ന കർത്താവെ സിസ്റ്ററിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ദൈവിക സമാധാനം ആ കുടുംബത്തിൽ നിറയട്ടെ. കർത്താവെ,
കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം അവരായിരിക്കുവാൻ, കർത്താവിൻ്റെ പദ്ധതി പ്രകാരം, കർത്താവെ ദൈവിക സമാധാനത്തിൽ ആ കുടുംബം ആയിരിക്കുവാൻ തക്കോണം ഇടയാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ പ്രവർത്തിക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവട്ടെ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവരുടെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.